ഹായ് മച്ചാന്മാരെ, ഞാനും എൻ്റെ ചങ്ക് കൂട്ടുകാരനും കുറച്ച് നാൾക്ക് ശേഷമാണ് കണ്ടുമുട്ടുന്നത്. ഞങ്ങളിങ്ങനെ തള്ളിൽ കഥകളൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് എൻ്റെ കൂട്ടുകാരൻ വിഷ്ണു മൊബൈലിൽ വിളിക്കുന്നത്. എന്നാൽ ചാലിക്കര കുളിക്കാൻ പറ്റുള്ള സൂപ്പർ സൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ചൂടക്കില്ല പോകുന്ന ഞങ്ങൾ തീരുമാനിച്ചു. അവനൊരു ലൊക്കേഷൻ അയച്ചു തരാൻ പറഞ്ഞാൽ ലൊക്കേഷൻ അയച്ചു ഞങ്ങൾ അങ്ങോട്ട് യാത്ര തിരിച്ച്. അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ പാലുകളിലും കുട്ടികളുടെ വെള്ളം ഇങ്ങനെ വീഴുമല്ലോ, അതേപോലെയുള്ള സൂപ്പറായിട്ട് വീഴും. എന്ത് മനോഹരമാണെന്ന് അറിയാമോ. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങളെയും കാത്ത് അമ്മ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് കുറച്ച് കഴിയുമ്പോൾ ഡ്രസ്സൊക്കെ മാറി ഞങ്ങളങ്ങോട്ട് കുളിക്കാൻ വേണ്ടി ഇറങ്ങി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബ്. എൻ്റെ പൊന്നെ, ആ വെള്ളം നമ്മൾ ദേഹത്തേക്ക് വീഴുമ്പോൾ എന്തോ തണുപ്പാണെന്നറിയാമോ. അടിപൊളി സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ കൂടെ വന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞ് ഡാൻസൊക്കെ കളിച്ച് കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സുരേഷണം പറയുന്നത്, നമുക്ക് അച്ചൻകോൽ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ കൂടുതലുള്ള മച്ചന്മാർ പറഞ്ഞു അച്ചൻകോൽ വേണ്ട, നമുക്ക് അമ്പനാട് പോകാമെന്ന് പറഞ്ഞു. അത് പൊളി സ്ഥലമാണെന്ന് പറഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഞങ്ങളുടെ അടുത്ത യാത്ര ആരംഭിച്ച്. ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ചാലിക്കര ജംഗ്ഷനിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഒരു പാലമുണ്ട്. അവിടുന്ന് വലത്തോട്ടൊരു വഴിയുണ്ട്. വഴിയുടെ ബൈക്ക് മാത്രമേ കയറി വരത്തുള്ളൂ, വലിയ വാഹനമൊന്നും കയറി വരത്തില്ല. നടന്നു പോകാനാണെങ്കിൽ ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല. അവധി ദിവസങ്ങളിൽ ഫാമിലിയായിട്ട് ഒരിക്കലും വരില്ല, കാരണം അവിടെ ഫുള്ള് വെള്ളോടി ടീമാണ്. ഫ്രണ്ട്സുമായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ ഉപ്പൂഴി ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ എത്തി. ഇവിടെ നിന്ന് ഇനി കടലിലൂടെയുള്ള യാത്രയാണ്. കടലിലൂടെ യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആനയൊക്കെ ഇറങ്ങുന്ന റൂട്ടാണ്. അതുകൊണ്ട് വേണ്ട ഉപദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് സുരേഷണം തന്ന് ഞങ്ങളങ്ങനെ അമ്പനാട് യാത്ര ആരംഭിച്ച്. किलोमीटर रडले गली गली चुट्टी डूब सिटी बॉर्डर करले मिनी कूपर पारेंगे सीनी सुपरस्टार है सेरी सेरी सुना लूं वेरी वेरी लॉन्ग जर्नी ओडी बागरेश्वरी मिनी महारानी गली दुवरिये पोरी पोरी वेले चिलविरुगल पलवीलुगली कथगेडुगळाई परवशवधया പോകുന്ന വഴിക്കൊരു കൊന്നമരം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കൊന്നമരത്തേക്ക് കയറി. ഞാനും വിഷ്ണുവും സുരേഷനും കൊന്നമരത്തേക്ക് കയറി പൂവൊക്കെ പറിച്ച് ചുമ്മാ രസം വണ്ടിക്കകത്തൊക്കെ വെക്കാൻ വേണ്ടി അങ്ങനെ പറിച്ച് ഞങ്ങൾ താഴെ ഇറങ്ങി. കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഞങ്ങൾ കാട്ടുമാങ്ങ വയ്ക്കുന്നത് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ കാട്ടുമാങ്ങ പറിക്കാൻ വേണ്ടി വണ്ടി നിർത്തി അങ്ങോട്ട് കയറി. പക്ഷേ മാങ്ങയൊക്കെ അങ്ങ് ടോപ്പി നിൽക്കുന്നുണ്ട്, നമുക്കൊന്നും പറിക്കാൻ പറ്റില്ല, ഭയങ്കര വലുത്. പിന്നെ ഞങ്ങളൊരു കല്ലെടുത്തൊരു മാങ്ങ എറിഞ്ഞിട്ട് അത് ഞങ്ങൾ പപ്പാതി കഴിച്ച് അവിടുന്ന് പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. गली गली चुट्टी
बड़ी मोटर गाड़ी ले किलोमीटर राइड ले गली गली चुट्टी डूब सिटी बॉर्डर कर ले मिनी कूपर बार गया है सीनी सुपरस्टार गया है शेरी शेरी सुना लूं वेरी वेरी लॉन्ग जर्नी ओडी पगरेश्वरी मिनी महारानी गली दुबड़िए पूरी बेइलोड़िए ചിലവിരുകൾ പലവീലുകളി കഥകളി. നമ്മളങ്ങനെ കിട്ടില്ല ഒരു സ്ഥലത്ത് വന്ന് വണ്ടി നിർത്തി കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ താഴെ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. ആ റോഡൊക്കെ കണ്ടില്ലേ, നല്ല വളവും തിരിവൊക്കെ. ഈ വരുന്ന വഴിക്ക് വരുന്ന 2-3 ഹെയർ പിന്ന് പോലെയൊക്കെ ഉണ്ട്. മലകളൊക്കെ ഇങ്ങനെ പച്ച പിടിച്ച് നിൽക്കുക. അത് കാണാൻ തന്നെ എന്ത് രസമെന്നറിയാമോ. ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഫാമിലിയായിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് നെടുമ്പാറയാണെന്നാണ് എൻ്റെ വിശ്വാസം. കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. ഇവിടെ വരുവാണെങ്കിൽ ഉച്ച കഴിഞ്ഞ് വരാവ്, വെയിലൊക്കെ താഴ്ന്ന് നിൽക്കുന്ന സമയത്തെ വരാവ്. അതിന് അടിപൊളി ഇവിടെ നിൽക്കുക, നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. എന്തോ ഒരു പ്രത്യേക ഒരു സൗന്ദര്യം ഇത് കാണാനൊക്കെ. അല്ലെങ്കിൽ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇവിടെ വരണം. അത് രാവിലെ വൈകിട്ടാണെന്ന് പറഞ്ഞാൽ ആ സമയങ്ങളിൽ നല്ല മഞ്ഞ് വീഴ്ച ഇവിടെ ഉണ്ട്. ഇത് കാണാൻ വേണ്ടി തന്നെ ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ അമ്പനാട് ചാലിക്കര റൂട്ട് വരണം. അത്രയ്ക്കും മനോഹരമാണ്, ഇത് ഒരിക്കലും മിസ് ചെയ്യരുത്. ഞങ്ങൾ ഈ മനോഹരമായ കാഴ്ചയൊക്കെ കണ്ട് ഒരുപാട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളുടെ യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഞങ്ങളങ്ങ് അമ്പനാട് ചെന്നില്ല കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, ഞങ്ങളുടെ കൂടെ വന്ന V3 ബൈക്കിൻ്റെ എണ്ണ തീരാറായി. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് യാത്ര തിരിക്കുകയാണ്.